الحمد لله رب العالمين، الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما وهدى ورحمة وسدادا يا رب العالمين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب زدنا علما نافعا. الحمد لله. അള്ളാഹു തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ അൽഹംദുലില്ലാ നമ്മൾ അള്ളാഹിന്റെ കലാമായ ഖുർആനിന്റെ പാരായണ നിയമങ്ങൾ പഠിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അൽഹംദുലില്ലാ അള്ളാഹു തആല ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് പഠിക്കുവാനും അത് അമലിൽ കൊണ്ടുവരാനും തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് തുടങ്ങാം ഇൻഷാ അല്ലാഹ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ഇപ്പൊ നമ്മള് ഇസ്തിആദ അഊദു ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഊദു അതിലെ ആദ്യത്തെ രണ്ടക്ഷരങ്ങളായ ഹംസ അതുപോലെ തന്നെ ഐന് ഒക്കെ തൊണ്ടയിൽ നിന്ന് വരുന്നതാണെന്നൊക്കെ നമ്മൾ ഇൻഷാ അല്ലാഹ് ഡിസ്കസ് ചെയ്യും കൂടുതലായിട്ട് അതിനെ കുറിച്ചിട്ട്. അപ്പൊ നെക്സ്റ്റ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നമ്മൾ ഓതുമ്പം ബിസ്മി സീന് അവിടെ സുക്കൂന് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്താക്കാം, പെട്ടെന്ന് എടുത്തോതാ ബിസ്മില്ലാഹി എന്ന് പറഞ്ഞോതെ കുറച്ച് ടൈം കൊടുത്തിട്ട് ബിസ്മില്ലാഹി. അതുപോലെ തന്നെ അവിടെ അള്ളാ എന്നുള്ളത് എന്താണ് ലൈറ്റ് ആയിട്ടാണ് ഉച്ചരിക്കേണ്ടത് അല്ലെ. ബിസ്മില്ലാഹി റഹ്മാനി അർറഹ്മാനി അവിടെ റാക്ക് കുറച്ചധികം സമയം കൊടുക്കുക. അതുപോലെ തന്നെ ഹ സുക്കൂന് വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. അർറഹ്മാനി എന്നൊന്നും ഓതാതെ അർറഹ്മാനി അർറഹീം അർറഹീം. ഇത്രയും കാര്യങ്ങളാണ് ബിസ്മി ഓതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അഥവാ ബിസ്മിക്ക് ബസ്മല എന്ന് പറയും എന്ന് നമ്മൾ തഫ്സീർ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. ഇതിൽ ബിസ്മില്ലാഹി അവിടെയുള്ള ഹ നമ്മൾ പഠിച്ചു, തൊണ്ടയുടെ ഏറ്റവും താഴ്ന്നു വരുന്ന അക്ഷരമാണ്. ഇൻഷാ അല്ലാഹ് കൂടുതലായിട്ട് നമ്മൾ ഇനി ഓരോ മഖ്റജ് പഠിക്കുമ്പോൾ നമുക്ക് അതിനെ കുറിച്ച് കൂടുതലായിട്ട് വിശദീകരിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മൾ അൽഹംദുലില്ലാഹ് തജ്വീദിന്റെ ഒന്നാമത്തെ ഘട്ടമായിട്ടുള്ള മഖ്റജാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് മുമ്പേ നമ്മൾ എന്താണ് തജ്വീദ് എന്ന് പറഞ്ഞാൽ ജൗവീദ് എന്നുള്ള വാക്കിൽ നിന്നാണ്, അഥവാ തഹ്സീൻ ചെയ്യുക നന്നാക്കുക എന്നാണ് അതിന്റെ ഭാഷാപരമായ അർത്ഥം. ഇനി സാങ്കേതികമായ അഥവാ ഇസ്തിലാഹൻ പറയുകയാണെങ്കിൽ എന്താണ്, ഓരോ അക്ഷരങ്ങളും പുറപ്പെടുന്ന സ്ഥലം പഠിക്കുക, അതുപോലെ തന്നെ അതിന്റെ ഹക്കും മുസ്തഹക്കും അതിന്റെ കൂടെയുള്ള സിഫത്തും പ്രത്യേക സാഹചര്യത്തിൽ വരുന്ന സിഫത്തുകളും പഠിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലെ ഒന്നാമത്തെ കാര്യമായിട്ടുള്ള ഓരോ അക്ഷരങ്ങളുടെയും മഖ്റജാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അതിലെ ഒന്നാമതായിട്ട് എന്താണ് മഖ്റജ്, ഓരോ അക്ഷരങ്ങൾ വരുന്ന സ്ഥലത്തിനാണ് മഖ്റജ് എന്ന് പറയാ. അതുപോലെ തന്നെ എന്താണ് ഹർഫ്, ഓരോ അക്ഷരങ്ങളും ഈ മഖ്റജിൽ നിന്നും വരുന്ന ഈ അക്ഷരങ്ങളുടെ സൗണ്ടിനാണ് എന്ത് ഹർഫ് എന്ന് പറയാ എന്നൊക്കെ നമ്മൾ കൃത്യമായി പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ 5 പ്രധാനപ്പെട്ട മഖ്റജാണെന്നും അതിൽ തന്നെ 17 പ്രത്യേകമായിട്ടുള്ള മഖ്റജുകൾ ഉണ്ടെന്നൊക്കെ നമ്മൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അഥവാ ഈ 5 പ്രധാനപ്പെട്ട മഖ്റജുകളെ നമ്മൾ 5 വീടുകളായി കണക്കാക്കിയിട്ടുണ്ടായിരുന്നു.
ഓരോ വീടിന് നമ്മൾ ഓരോ പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ വീട് അൽ ജൗഫാണ്, രണ്ടാമത്തത് അൽ ഹൽഖാണ്, മൂന്നാമത്തത് അൽ ലിസാൻ, നാലാമത്തത് അഷ്ഷഫത്താൻ, അഞ്ചാമത്തത് അൽ ഖൈഷു. അതിൽ നമ്മൾ ഒന്നാമത്തെ വീടായ അൽ ജൗഫിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു, അൽഹംദുലില്ലാ. അഥവാ ജൗഫ് എന്നുള്ള വീടിന്റെ പ്രത്യേകതയാണ് അവിടെ എന്തില്ല, പ്രത്യേകിച്ച് റൂമുകളോ കാര്യങ്ങളോ ഒന്നുമില്ല, എന്നാലും 3 അക്ഷരങ്ങൾ വരുന്നുണ്ട് അല്ലെ. അഥവാ അത് ഒരു ഏകദേശമായ മഖ്റജൽ മുഖദ്ദർ ആണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശമായ ഒരു സ്ഥലത്തുനിന്ന് വരുന്ന അക്ഷരങ്ങളാണ് ജൗഫിൽ നിന്ന് വരുന്ന 3 അക്ഷരങ്ങൾ. ഏതൊക്കെയാണ് അക്ഷരങ്ങൾ? അലിഫ് മദ്ദിയ, വാ മദ്ദിയ, യാ മദ്ദിയ. ഇങ്ങനെ 3 മദ്ദിന്റെ അക്ഷരങ്ങളാണ് ജൗഫിൽ നിന്ന് വരുന്നത്. അത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. എന്താണ് മദ്, എന്താണ് വാ മദ്, എന്താണ് യാ മദ് എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. ആ ക്ലാസ്സുകൾ മിസ്സായിട്ടുള്ളവർ ആ ക്ലാസ്സുകൾ കേൾക്കുക. നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയത് രണ്ടാമത്തെ മഖ്റജ് ആമായ അഥവാ രണ്ടാമത്തെ വീടായ അൽ ഹൽഖിനെ കുറിച്ചാണ്. ഹൽഖിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹൽഖ് എന്ന വീടിന്റെ പ്രത്യേകത, ഈ വീടിന് 3 റൂമുകൾ ഉണ്ട് അല്ലെ. ഈ 3 റൂമുകളും എവിടെയാണ്? 3 ഫ്ലോറിലായിട്ടാണ് വരുന്നത്. അഥവാ ഒന്നാമത്തെ തട്ടില്, രണ്ടാമത്തെ തട്ടില്, അങ്ങനെ ഓരോ ഫ്ലോറിലും ഓരോ റൂം, ഓരോ തട്ടിലും ഓരോ റൂമായിട്ടാണ് എന്താകുന്നത്, ഹൽക്കിൽ നിന്ന് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ 6 ലെറ്റേഴ്സ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അത് ഓരോ റൂമിലും എത്ര ലെറ്റേഴ്സ് ആണ്? 2 അക്ഷരങ്ങൾ ഇതാണ് ഓരോ റൂമിന്നും വരുന്നത് എന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഥവാ ഒന്നാമത്തെ ഫ്ലോർ എന്ന് പറയുമ്പോൾ ലോവർ പാർട്ട് അല്ലെ, അഥവാ താഴത്തെ തട്ട്. സ്ക്രീൻ ഷെയർ കാണുന്നില്ല, എന്താ? ഞാൻ എഴുതി കാണിക്കുന്നുണ്ട്. ഒരൊറ്റ സെക്കൻഡ്. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ വീടിനെ കുറിച്ചാണ്. അഥവാ നമ്മുടെ രണ്ടാമത്തെ വീടായ അൽ ഹൽഖിനെ കുറിച്ചാണ്. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വീട്ടില് 3 ഫ്ലോർ ഉണ്ട്. ഒന്നാമത്തെ ഫ്ലോറിൽ 2 ആൾക്കാരാണ്, ഒരു റൂമും 2 ആൾക്കാരുണ്ട്. രണ്ടാമത്തെ ഫ്ലോറിൽ ഒരു റൂമും 2 ആൾക്കാരുണ്ട്. മൂന്നാമത്തെ ഫ്ലോറിൽ ഒരു റൂമും 2 ആൾക്കാരുണ്ട്. അഥവാ ഒന്നാമത്തത് താഴത്തെ തട്ടാണ്, ലോവർ. പിന്നെ രണ്ടാമത്തത് മിഡിൽ, നടുവിലുള്ള തട്ടാണ്. മൂന്നാമത്തത് ഏറ്റവും മുകളിൽ, അപ്പർ ഫ്ലോർ ആണ്. അപ്പൊ ഇതിൽ ഒന്നാമത്തെ ലോവർ ഫ്ലോർ, അപ്പൊ അഥവാ ഇവിടെ എന്താണ് ഇതിന് പറയുന്നത്? അറബിയിൽ നമ്മൾ പഠിച്ചു. എന്താണ് അതിന്റെ പേര്? അഖ്സൽ ഹൽഖ് അഥവാ ലോവർ ത്രോട്ട്. നമ്മൾ തജ്വീദിലേക്ക് വരുമ്പോൾ എന്താണ്? അഖ്സൽ ഹൽഖ്, ഹൽഖിന്റെ ഏറ്റവും അങ്ങേയറ്റം അഥവാ താഴെ ഭാഗം എന്ന് പറയും. ഇവിടുന്ന് 2 അക്ഷരങ്ങളാണ് വരുന്നത്. ഒന്ന് ഹംസ, മറ്റൊന്ന് ഹ. ഹംസ, ഹ. പിന്നെ മിഡിൽ പാർട്ട് വരുന്ന ലെറ്റേഴ്സ് ആണ് ഐൻ, ഹ. അതിന് പറയും വസഖുൽ ഹൽഖ്. വസഖ് എന്ന് പറഞ്ഞാൽ മിഡിൽ. അറബിയിൽ വസഖ്, വാവ്, സീന്, ഖ, വസഖ്.
വസതുൽ ഹൽഖ്. ഇവിടെ അഖ്സൽ ഹൽഖ്. പിന്നെ ഏറ്റവും മുകളിൽ നിന്ന് വരുന്ന ഭാഗമാണ് എന്ത്? അദ്നൽ ഹൽഖ്, അഥവാ ഏറ്റവും മുകളിലുള്ള ഭാഗം, വായോട് അടുത്ത ഭാഗം, തൊണ്ടയുടെ ഏറ്റവും മുകളിലുള്ള ഭാഗം. ഗൈൻ ഖ. ഇങ്ങനെ 6 അക്ഷരങ്ങളാണ് എന്താണ് ഹൽഖ് എന്ന സ്ഥലത്ത് നിന്ന് വരുന്നത്. ഓക്കെ, അഥവാ ഹൽഖ് എന്നുള്ളത് മെയിൻ ആയിട്ടുള്ള രണ്ടാമത്തെ മഖ്റജ് ആമാണ്. ഓക്കെ, നമ്മൾ 5 പ്രധാനപ്പെട്ട മഖ്റജുകൾ പഠിച്ചു. അതിന് മഖ്റജ് ആം എന്ന് പറയും. അതിൽ ഒന്നാമത്തത് അൽ ജൗഫ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. രണ്ടാമത്തതായിട്ടുള്ള അൽ ഹൽഖ് രണ്ടാമത്തെ മഖ്റജ് ആമാണ്. ഈ ഹൽഖിൽ നിന്നും നമ്മൾ പഠിച്ചു 6 അക്ഷരങ്ങൾ വരുന്നുണ്ട്. ഈ 6 അക്ഷരങ്ങൾ എത്ര സ്ഥലങ്ങളിൽ നിന്നായിട്ടാണ് വരുന്നത്? 3 സ്ഥലങ്ങളിൽ നിന്നായിട്ടാണ് വരുന്നത്. അപ്പം ഒരു സ്ഥലത്ത് നിന്നും എത്ര അക്ഷരങ്ങൾ വരുന്നുണ്ട്? 2 അക്ഷരം. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഹൽഖിനെ കുറിച്ച് ഫസ്റ്റ് ഡിസ്കസ് ചെയ്തത്. പിന്നെ നമ്മൾ ഹംസ ഹാനെ കുറിച്ച് കൃത്യമായി പറഞ്ഞു അല്ലെ. ഹംസ ഹ തൊണ്ടയുടെ ഏറ്റവും താഴെ ഭാഗത്തു നിന്ന്, അഥവാ വോക്കൽ കോഡിന്റെ ഭാഗത്തു നിന്നാണ് വരുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഹംസ ഉച്ചരിക്കുമ്പോൾ വോക്കൽ കോഡ് കംപ്ലീറ്റ്ലി ക്ലോസ് ആവും, ഹ ഉച്ചരിക്കുമ്പോൾ ചെറിയ രീതിയിൽ ഓപ്പൺ ആയിരിക്കും എന്നൊക്കെ നമ്മൾ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞു, അഥവാ ഇവിടെ നമ്മള് ഹംസ ഹ 2 അക്ഷരങ്ങളും എന്താണ് ഒരേ സ്ഥലത്തു നിന്ന് വരുന്ന അക്ഷരമാണ് അല്ലെ. അഥവാ ഈ വീടിന്റെ ഏറ്റവും താഴത്തെ ഫ്ലോറിൽ നിന്നും ആണ് ഹംസ ഹ വരുന്നത്. ഒരേ റൂമിൽ നിന്നാണ് വരുന്നത്. പക്ഷെ ഈ 2 അക്ഷരങ്ങൾക്കും ഒരേ സൗണ്ട് ആണ്? അല്ല, 2 അക്ഷരങ്ങൾക്കും 2 സൗണ്ടാണ്. ഒരേ സ്ഥലത്തുനിന്ന് വരുന്ന 2 അക്ഷരങ്ങൾ, പക്ഷെ അതിനെന്തുണ്ട്? വ്യത്യസ്തമായ സൗണ്ട്. അപ്പം അത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് നമ്മൾ ഇനി അടുത്തത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ മനസ്സിലാക്കി, നമ്മള് ഫസ്റ്റ് പറഞ്ഞപ്പോൾ എന്താക്കിയിട്ടുണ്ടായിരുന്നു? ഒരു ആളെ കാണുമ്പോൾ നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്യുന്നു പറഞ്ഞു? ഫസ്റ്റ് ഓഫ് ഓൾ അവരുടെ ഫേസ് അല്ലെ, നമ്മൾ ഫേസ് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ നമുക്ക് നോക്കാം. നമ്മൾ അഥവാ ഇങ്ങനെയാണ് ഈ അക്ഷരം കാണാൻ അല്ലെ. രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞു അതിന്റെ നെയിം. അപ്പൊ നമ്മൾ ഈ അക്ഷരത്തിന്റെ പേര് നമ്മൾ പഠിച്ചു. എന്താണ്? ഹംസ. ഹംസ എന്ന് നമ്മൾ പേര് പഠിച്ചു. മൂന്നാമതായിട്ട് നമ്മൾ പറഞ്ഞ കാര്യമാണ് അത് വരുന്ന പ്ലേസ്, സ്ഥലം. അതും നമ്മൾ മനസ്സിലാക്കി, എവിടുന്നാണ് വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. എവിടുന്നാണ്? തൊണ്ടയിൽ നിന്നാണ്. തൊണ്ടയിൽ നിന്ന് തന്നെ ഏറ്റവും ലോവർ പാർട്ട് നിന്നാണ് വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി നാലാമതായിട്ട് എന്താണ് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യമാണ് അതിന്റെ ക്യാരക്ടർ. അപ്പൊ നമ്മൾ ഒരു ആളെ കാണുമ്പോൾ നമ്മൾ പറഞ്ഞു ഫാത്തിമ നമ്മൾ കാണുന്നു, ഫാത്തിമാന്റെ പേര് നമ്മൾ മനസ്സിലാക്കി, ഫാത്തിമ വരുന്ന സ്ഥലം മനസ്സിലാക്കി. ഇനി നമുക്ക് ആ ഫാത്തിമാനെ കുറിച്ച് പൂർണ്ണമായിട്ട് മനസ്സിലാകണമെങ്കിൽ എന്തുവാണ്? ഫാത്തിമയുടെ സ്വഭാവം കൂടെ അറിയാം. ഇതേപോലെ തന്നെയാണ് ഓരോ അക്ഷരങ്ങളും നമ്മൾ പൂർണ്ണമായി ആ അക്ഷരത്തെ കുറിച്ച് പഠിക്കണമെങ്കിൽ എന്തൊക്കെ അറിയണം? അതെങ്ങനെ എഴുതുന്നു എന്ന് നമ്മൾ പഠിക്കണം. ആ അക്ഷരത്തിന്റെ പേരെന്താണെന്ന് നമ്മൾ പഠിക്കണം. ആ അക്ഷരം എവിടുന്നാണ് വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ ആ അക്ഷരത്തിന്റെ സ്വഭാവം എന്താണ്, അതിന്റെ വ്യത്യാസം, ഒരേ സ്ഥലത്തു നിന്ന് വരുന്നതാണെങ്കിൽ അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണ്, അത് എന്തുകൊണ്ടാണ് അങ്ങനെ എന്നുള്ള അതിന്റെ സ്വഭാവവും നമ്മൾ മനസ്സിലാക്കണം. അപ്പം അതിന് അറബിയിൽ പറയും സിഫാത്ത് അൽ ഹുറൂഫ്. സിഫാത്ത് എന്ന് പറഞ്ഞാല് വിശേഷണം, ക്യാരക്ടറിസ്റ്റിക്സ്, സ്വഭാവ ഗുണങ്ങൾ എന്നൊക്കെ നമുക്ക് പറയാം. സിഫത്ത് എന്ന വാക്കിന്റെ ജംആണ് അഥവാ പ്ലൂരൽ, ബഹുവചന സിഫാത്ത്. ഹർഫിന്റെ ജംആണ് ഹുറൂഫ്, സിഫത്തിന്റെ ജംആണ് സിഫാത്ത്. എന്താണ്? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലെറ്റേഴ്സ്, അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ. അപ്പൊ അതാണ് നമ്മൾ ഇനി എന്താക്കാൻ പോകുന്നത്? പഠിക്കാൻ പോകുന്നത് ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മൾ പഠിച്ചു ഹംസ എന്നുള്ള അക്ഷരം തൊണ്ടയുടെ ഏറ്റവും താഴ്ന്നു വരുന്നതാണെന്ന് പഠിച്ചു. ഇനി നമുക്ക് നോക്കാം ഹംസയുടെ കാര്യത്തിൽ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാല്, ഹംസ എന്നുള്ള അക്ഷരം തൊണ്ടയുടെ താഴ്ന്നാണ് വരുന്നത് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹംസയുടെ മഖ്റജ് എന്താണ്? കംപ്ലീറ്റ്ലി അടഞ്ഞിട്ടാണ് ഉണ്ടാവുക അല്ലെ. അഥവാ വോക്കൽ കോഡ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവും. അപ്പൊ അതെന്തായിരിക്കും? ഹംസ ഉച്ചരിക്കുമ്പോൾ കംപ്ലീറ്റ്ലി ക്ലോസ് ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ പ്രത്യേകം മനസ്സിലാക്കുക, നമ്മളൊരു അക്ഷരം ഉച്ചരിക്കുമ്പോൾ എങ്ങനെയാണ് ആ അക്ഷരത്തിന്റെ മഖ്റജ് മനസ്സിലാക്കുക എന്നുള്ളത് നമ്മൾ എന്താക്കണം?
നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നുകൂടെ നമുക്ക് അതിനെ കുറിച്ച് മനസ്സിലാക്കാം. അഥവാ എങ്ങനെയായിരിക്കും നമ്മൾ മനസ്സിലാക്കുക? ആ അക്ഷരത്തിന് സുക്കൂൻ കൊടുക്കുക, അപ്പോഴാണ് കറക്റ്റ് ആ അക്ഷരം ഉച്ചരിക്കുന്നത് മനസ്സിലാക്കുക. പക്ഷെ അറബി ഭാഷയിൽ ഒരിക്കലും ഒരു വാക്ക് എന്താകൂല, സുക്കൂൻ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഒരു ഹർക്കത്തുള്ള അക്ഷരം അതിന് തൊട്ട് മുമ്പ് ഇടണം. നോർമലി നമുക്ക് എളുപ്പത്തിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഹംസ ഫത്ഹ ആണ് നമ്മൾ ഇടുക. അഥവാ ഹംസനെ മഖ്റജ് മനസ്സിലാക്കുകയാണെങ്കിൽ ഹംസക്ക് സുക്കൂൻ കൊടുക്കുക, തൊട്ട് മുമ്പ് ഹംസ ഫത്ഹ ഇടാം. അങ്ങനെ നമ്മൾ പറഞ്ഞു നോക്കാം. അപ്പം എങ്ങനെ അ എന്ന് പറയുമ്പം നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ സൗണ്ട് കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. സെക്കൻഡ്, ഇവിടെ യ ഫത്ഹ ഹംസ സുക്കൂനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം ഹംസക്ക് സുക്കൂൻ കൊടുക്കുമ്പോൾ എന്താവുന്നുണ്ട്? വോക്കൽ കോഡ് അടയുന്നുണ്ട് അല്ലെ? യ എന്ന് പറയുമ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്, പക്ഷെ ഹംസ പറയുമ്പോൾ എന്താവുന്നുണ്ട്? ഈ വോക്കൽ കോഡ് അടയുന്നുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കി ഹംസ എന്നുള്ള അക്ഷരം ഉച്ചരിക്കുമ്പോൾ എന്താണ്? അതിന്റെ മഖ്റജ് കംപ്ലീറ്റ്ലി അടഞ്ഞിട്ടാണുള്ളത്, ഒന്നാമത്തെ കാര്യം. അപ്പൊ നമ്മളൊരു ഡോറ് അടഞ്ഞിട്ടാണ് ഉള്ളതെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് എന്താക്കാൻ പറ്റൂല, അതിന്റെ അങ്ങോട്ടേക്ക് പോകാൻ പറ്റൂല അല്ലെ? അപ്പൊ അതേപോലെ തന്നെ ഈ ഹംസയുടെ മഖ്റജ് അഥവാ ഈയുടെ വോക്കൽ കോഡ് കംപ്ലീറ്റ്ലി അടഞ്ഞത് കൊണ്ട് തന്നെ അതിലൂടെ എന്തുണ്ടാവില്ല, സൗണ്ടും പുറത്തേക്ക് പോകുന്നില്ല, അതേപോലെ തന്നെ എയറിനും പുറത്തേക്ക് പോകാനുള്ള സ്പേസ് ഇല്ല. ഓക്കെ, അത് നമ്മൾ മനസ്സിലാക്കാം, ഒന്നാമത്തെ കാര്യമായിട്ട്. ഇനി അടുത്ത ലെക്ചറാണ് ഹ. അപ്പൊ നമ്മള് ഹംസനെ കുറിച്ച് പറഞ്ഞു. ഹംസയുടെ എന്താണ്? മഖ്റജ് കംപ്ലീറ്റ്ലി ക്ലോസ് ആണ്, അതുപോലെ തന്നെ അതുകൊണ്ട് എന്തല്ല, എയറിനും പോകാൻ പറ്റൂല, സൗണ്ടിനും പുറത്തേക്ക് വരാൻ പറ്റില്ല. ഇനി ഹാനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ്? ഹ എന്നുള്ള അക്ഷരത്തിന്റെ മഖ്റജ് എന്താണ്? തുറന്നിട്ടാണുള്ളത്, ഓപ്പൺ ആണ്. നമ്മളൊരു ഡോറ് തുറന്നിട്ടാണ് ഉള്ളതെങ്കിൽ പറഞ്ഞതുപോലെ സ്വാഭാവികമായിട്ട് നമുക്ക് എന്താക്കാൻ പറ്റും? അതിലോട്ട് നമുക്ക് പോകാനും പറ്റും, അതേപോലെ തന്നെ എയറിനും പോകാൻ പറ്റും അല്ലെ? അതേപോലെ ഇവിടെ എന്താണ്? ഈ ഹാന്റെ സൗണ്ടും അങ്ങോട്ടേക്ക് പോവും, അതേപോലെ അതിന്റെ കൂടെ എയറിനും പോകും. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യത്തെ വിഷയത്തിലേക്ക് വരാം. നമ്മൾ പറഞ്ഞു ഒരക്ഷരം ഒരേ സ്ഥലത്ത് നിന്ന് വരുന്ന രണ്ട് അക്ഷരങ്ങളെ നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കണമെങ്കിൽ എന്ത് അറിയണം? അതിന്റെ സിഫാത്ത് എന്താണെന്ന് അറിയണം. അപ്പൊ അറബിക്കില് അഥവാ ഈ അക്ഷരങ്ങളുടെ സിഫാത്തിന്റെ കാര്യത്തില് രണ്ട് രീതിയിലാണ് സിഫത്ത് വരുന്നത്. ഓക്കെ, രണ്ട് രീതിയിലാണ് സിഫത്ത് വരുന്നത്. ഓപ്പോസിറ്റ് ഉള്ളതും ഓപ്പോസിറ്റ് ഇല്ലാത്തതും. ഓക്കെ, വിപരീതമുള്ളതും വിപരീതമില്ലാത്തതും. അസ്സിഫാത്ത് ലഹാ ദിദ്ദും ലൈസ ലഹാ ദിദ്ദും. ഓക്കെ, വിത്ത് ഓപ്പോസിറ്റും വിത്തൗട്ട് ഓപ്പോസിറ്റ്. ഓക്കെ, ഇങ്ങനെ രണ്ട് രീതിയിലാണ് സിഫത്ത് വരുന്നത്. അങ്ങനെ രണ്ട് രീതിയിലാണ് വരുന്നത്. ഒന്ന് വിത്ത് ഓപ്പോസിറ്റും ഒന്ന് വിത്തൗട്ട് ഓപ്പോസിറ്റും. വിപരീതമുള്ളതും വിപരീതമില്ലാത്തതും. ഇതിൽ വിപരീതമുള്ള ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പൊ ഇതില് വിപരീതം ഉള്ള സിഫത്ത് എത്ര ഗ്രൂപ്പ് ഉണ്ട് എന്ന് പറഞ്ഞാല് 5 ഗ്രൂപ്പാണ് ഉള്ളത്. ഓക്കെ, അഥവാ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ, വിപരീതം എന്ന് പറയുമ്പോ എങ്ങനെ? രാവിലെ രാത്രി, ഡേ ആൻഡ് നൈറ്റ്, മെയില് ഫീമെയിൽ, ആണ് പെണ്ണ്, അങ്ങനെ ഓപ്പോസിറ്റ്, അങ്ങനെയുള്ള 5 ഗ്രൂപ്പ് ഉണ്ട്. അപ്പം മെയിൽ ഫീമെയിൽ എന്നുള്ളത് എന്താണ്? ഒരു ഗ്രൂപ്പാണ് അല്ലെ? അതുപോലെ തന്നെ ഡേ ആൻഡ് നൈറ്റ് അഥവാ രാവും പകലും എന്താണ്? അതൊരു ഗ്രൂപ്പാണ്. അങ്ങനെ ഒന്നിന്റെ ഓപ്പോസിറ്റ്. അതേപോലെ ഈ അക്ഷരങ്ങളുടെ സിഫത്തിന് എന്തുണ്ട്? ഓപ്പോസിറ്റ് ഉണ്ട്. അഥവാ ഹംസ്, അതിന്റെ ഓപ്പോസിറ്റ് ജഹർ, ഷിദ്ദ, റഖാവ, ആ കൂട്ടത്തിൽ എന്തുണ്ട്? അതിന് ഒരാൾ കൂടെ ഉണ്ട്, ബൈനിയ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ തവസ്സുത്ത് എന്ന് പറഞ്ഞിട്ട്, അവർ 3 ആൾക്കാരുണ്ട്. പിന്നെ ഇസ്തിഅല, ഇസ്തിഫാൽ, ഇഖ്ബാഖ്, ഇൻഫിതാഹ്, അതുപോലെ തന്നെ ഇസ്മാത്ത്, ഇദ്ലാഖ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ 5 ഗ്രൂപ്പ് ഉണ്ട്. ഈ 5 ഗ്രൂപ്പുകളിലായിട്ട് എത്ര സിഫാത്താണ് വരുന്നത്? 10 + 1 = 11. അഥവാ ഓപ്പോസിറ്റ് ആവുമ്പോ എന്തായിരിക്കും? 5 ഗ്രൂപ്പിൽ ഒന്നിന് ഓപ്പോസിറ്റ് ഉണ്ടാവും. പിന്നെ ഈ ഒരു 1 എക്സ്ട്രാ വന്നത് എന്താണ്? ഒരു ഗ്രൂപ്പിൽ 3 എണ്ണം ഉണ്ട്. അഥവാ ഒന്നിന്റെ ഓപ്പോസിറ്റ് മറ്റൊന്നുണ്ട്, പക്ഷെ അതിന്റെ നടുവില്
ബൈനിയ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ തവസ്സുത്ത് എന്ന് പറഞ്ഞിട്ട് മോഡറേറ്റ് ആയിട്ട് മിഡിലായിട്ട് ഒന്നുണ്ട്. അങ്ങനെ മൊത്തം അത് 11 എണ്ണാണ് വരുന്നത്. 5 ഗ്രൂപ്പായിട്ട് 11 സിഫാത്തുകളാണ് ഓപ്പോസിറ്റ് ഉള്ളത് വരുന്നത്. ഓപ്പോസിറ്റ് ഇല്ലാത്തത് എന്താണ്? 7 സിഫാത്താണ്. അഥവാ ലീന്, തഫഷി, സൊഫീർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ അതിലേക്കൊക്കെ വരും ഇൻഷാ അല്ലാഹ് ബിഇസ്നില്ലാ. അപ്പൊ നമ്മൾ ഇതില് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? ഹംസനെ കുറിച്ചാണ് അല്ലെ. ഹംസ ഹ എന്നുള്ള 2 അക്ഷരങ്ങളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അഥവാ നമ്മൾ പറഞ്ഞു ഹംസ എന്നുള്ളത് എന്താണ്? മഖ്റജ് കംപ്ലീറ്റ്ലി ക്ലോസ് ആണ്. അതുകൊണ്ട് തന്നെ സൗണ്ടും എയറൊന്നും പുറത്തേക്ക് പോകാൻ പറ്റൂല. ഹ എന്നുള്ളത് എന്താണ്? മഖ്റജ് ഓപ്പൺ ആണ്. അപ്പം അതുകൊണ്ട് തന്നെ സൗണ്ടും എയറും പുറത്തേക്ക് പോകും. അപ്പൊ ഇതാണ് ഹംസയും ഹായും തമ്മിലുള്ള വ്യത്യാസം. അഥവാ ഹംസ ഹ എന്നുള്ള 2 അക്ഷരങ്ങൾ ഒരേ സ്ഥലത്തു നിന്നാണ് വരുന്നത്. പക്ഷെ ഈ 2 അക്ഷരങ്ങളുടെയും ശബ്ദത്തിൽ എന്തുണ്ട്? വ്യത്യാസമുണ്ട്. അപ്പം ഈ വ്യത്യാസം എവിടെയാണ് വരുന്നത്? ഹംസ ഉച്ചരിക്കുമ്പോൾ മഖ്റജ് കംപ്ലീറ്റ്ലി അടഞ്ഞത് കൊണ്ട് തന്നെ എന്താവുന്നില്ല? എയർ പുറത്തേക്ക് പോകുന്നില്ല. എയർ പുറത്തേക്ക് പോകാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവിടെ മഖ്റജ് ക്ലോസ് ആയി സൗണ്ടും പുറത്തേക്ക് പോകാത്തത് കൊണ്ടാണ് അതിന്റെ സൗണ്ട് എന്താവുന്നത്? എന്നാ. എന്നാൽ ഹ എന്നുള്ള അക്ഷരം പറയുമ്പം എന്താവുന്നുണ്ട്? അവിടെ എയർ പുറത്തേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സൗണ്ട് ഫ്ലോ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് ഹായുടെ വ്യത്യാസം. അപ്പം ഇതാണ് ഹംസയും ഹായും തമ്മിലുള്ള വ്യത്യാസം. നമുക്ക് ഇത് എങ്ങനെയാണ് ഈ എയർ പുറത്തേക്ക് പോകുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യാം എന്നുള്ളത് ജസ്റ്റ് നോക്കാം. അഥവാ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ അക്ഷരത്തിന് സുക്കൂൻ കൊടുക്കുക. എന്നിട്ട് തൊട്ടു മുമ്പ് ഹംസ ഫത്ഹ. ഇനി ഹംസ ഫത്ഹ ഉച്ചരിച്ചിട്ട് ഹംസ സുക്കൂൻ ഉച്ചരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ യാ ഫത്ഹ ഓർ ബ ഫത്ഹ എന്തും കൊടുക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഉച്ചരിച്ചു നോക്കാം. യ എന്ന് ഉച്ചരിക്കാം. ഇങ്ങനെ ഉച്ചരിക്കുന്ന സമയത്ത് നമ്മുടെ വായിന്റെ മുമ്പിൽ നമ്മൾ എന്ത് ചെയ്യാം? കൈ വെച്ച് നോക്കാം. കൈ വെക്കുമ്പോൾ എയർ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഉച്ചരിക്കുന്നത് എന്തായിട്ടില്ല? കറക്റ്റ് ആയിട്ടില്ല. എയർ പാസേജ് ഉണ്ടാവരുത്. ആ രീതിയിലാണ് ഈ എയർ ഫ്ലോ ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. യ എന്ന് പറഞ്ഞിട്ട് നോക്കാം. ഇനി ഹ എന്നുള്ള ലെറ്ററിന് ഇതേപോലെ തന്നെ നമ്മൾ ഹംസ ഫത്ഹ കൊടുക്കുന്നു. ഹാക്ക് സുക്കൂൻ ഇട്ട് ഉച്ചരിക്കുന്നു. അവിടെ നമ്മൾ കൈ വെച്ച് നോക്കാം. എന്ന് പറഞ്ഞിട്ട് ഉച്ചരിക്കുമ്പോൾ എയർ ഉണ്ടാവും. അവിടെ നമുക്ക് എയർ ഫീൽ ചെയ്യും. അതാണ് ഈ അക്ഷരത്തിന്റെ എയർ ഫ്ലോ നോക്കാനുള്ള ഒരു വഴി. ഇപ്പൊ നമുക്കിനി ഈ എയർ ഫ്ലോവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സിഫാത്ത് എന്താണെന്ന് മനസ്സിലാക്കാം. അഥവാ എയർ ഫ്ലോ നമ്മളിപ്പം പറഞ്ഞു ഹംസ ഉച്ചരിക്കുമ്പോൾ എയർ പുറത്തേക്ക് പോകുന്നില്ല, ഹ ഉച്ചരിക്കുമ്പോൾ എയർ പുറത്തേക്ക് പോകുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ എയർ പുറത്തേക്ക് പോവുകയും അഥവാ കാറ്റ് പുറത്തേക്ക് പോകുന്നതും കാറ്റിന്റെ ഫ്ലോ അത് പോകുന്നതും തടയുന്നതും അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഒന്നാമത്തെ പെയറുകളായിട്ടുള്ള ഒന്നാമത്തെ സിഫത്തുകൾ വരുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് 5 പെയറുകളായിട്ട് 11 സിഫാത്തുകൾ ഉണ്ട് ഓപ്പോസിറ്റ് ഉള്ളത്. അപ്പം ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഒന്ന് പുറത്തേക്ക് പോകുന്നതാണെങ്കിൽ മറ്റൊന്ന് എന്തായിരിക്കും? അവിടെ തടഞ്ഞു നിർത്തുന്നതായിരിക്കും. അതാണ് ഈ ഓപ്പോസിറ്റ് ഉള്ള സിഫത്തുകളുടെ പ്രത്യേകത. അപ്പൊ അതില് എന്താണ്? ഹംസ് വൽ ജഹർ, അൽ ഹംസ് വൽ ജഹർ, അതാണ് ഈ സിഫത്തുകളുടെ പേര്. അൽ ഹംസ് വൽ ജഹർ. ഇതിൽ ഒന്നാമത്തെ സിഫായിട്ടുള്ള അൽ ഹംസ്. എന്താണ് ഹംസ് എന്ന് പറഞ്ഞാല്? ഹംസ് എന്ന് പറഞ്ഞാല് എയർ പുറത്തേക്ക് പോവാ. അഥവാ ഈ അക്ഷരത്തിന്റെ സൗണ്ടിന്റെ കൂടെ എന്ത് കൂടെ പോവും? കാറ്റ് കൂടെ വരും പുറത്തേക്ക്. നമ്മൾ അക്ഷരം ഉച്ചരിക്കുമ്പോൾ അതിന്റെ സൗണ്ട് പുറത്തേക്ക് വരുന്നു. ആ സൗണ്ടിന്റെ കൂടെ എന്തുകൂടെ വരും? എയർ കൂടെ പുറത്തേക്ക് വരും. ഈ അക്ഷരങ്ങൾക്ക് പറയുന്ന പേരാണ് മഹ്മൂസ. ഈ സിഫത്തിന് പറയുന്ന പേരെന്താണ്? അൽ ഹംസ്. ഓക്കെ, ഈ എയർ പുറത്തേക്ക് പോകുന്ന സിഫത്തിന് പറയുന്ന പേര് അൽ ഹംസ്. ഈ ഹംസുള്ള അക്ഷരങ്ങൾക്ക് പറയുന്ന പേരെന്താണ്? മഹ്മൂസ. ഏതൊക്കെയാണ് ഈ അക്ഷരങ്ങൾ എന്നുള്ളതൊക്കെ നമ്മൾ ഓരോ അക്ഷരം പഠിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് ഇതിനില്ല ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കും. ഇപ്പൊ നമ്മൾ അൽ ഹംസിലെ ഒന്നാമത്തെ അക്ഷരം ഒരക്ഷരം നമ്മൾ പഠിച്ചു. ഏതാണ്? ഹ എന്നുള്ളത്. ഹ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. എന്നിട്ട് ഹ ഉച്ചരിക്കുമ്പോൾ എയർ പോകുന്നുണ്ട് അല്ലെ. എന്ന് പറയുമ്പോൾ സൗണ്ടും പുറത്തേക്ക് വരുന്നുണ്ട്. അതിന്റെ കൂടെ എന്ത് വരുന്നുണ്ട്? എയർ കൂടെ പുറത്ത് വരുന്നുണ്ട്. അപ്പം ഹംസിന്റെ അക്ഷരാണ് ഹ. അപ്പൊ നമ്മൾ പറഞ്ഞു ഒന്ന് എന്താണ്? എയർ ഫ്ലോ ആണെങ്കിൽ മറ്റൊന്ന് എന്തായിരിക്കും? എയർ അവിടെ പിടിച്ചു വെക്കുന്നതായിരിക്കും. അഥവാ അതിന് പറയുന്ന പേരാണ് അൽ ജഹർ. അഥവാ എയർ പുറത്തേക്ക് പോയില്ല, കാറ്റ് പുറത്തേക്ക് പോകില്ല. അതിനുള്ള ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മളിപ്പം ഹംസനെ കണ്ടു അല്ലെ. ഹംസ ഉച്ചരിക്കുമ്പോൾ നമ്മൾ എന്താണ്? യ എന്ന് പറയുമ്പോൾ എന്താവണില്ല? അവിടെ എയർ പുറത്തേക്ക് പോകുന്നില്ല. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കാം. നമ്മളിപ്പം
ഹാടെ കാര്യം പറഞ്ഞപ്പോൾ എന്താണ്, ശബ്ദത്തിന്റെ സൗണ്ടിന്റെ കൂടെ എന്തുകൂടെ പോകുന്നുണ്ട്, എയർ കൂടെ പോകുന്നുണ്ട്. അപ്പൊ സൗണ്ടും വരുന്നുണ്ട്, എയറും വരുന്നുണ്ട്. എന്ന് പറയുമ്പോൾ നമുക്ക് പുറത്തേക്ക് സൗണ്ടും കേൾക്കാം. അഥവാ സൗണ്ടിന് ഒരു ഒഴുക്കുണ്ട്, അതിനോടൊപ്പം എന്തുകൂടെ ഉണ്ടാകുന്നുണ്ട്, അവിടെ എയറും പുറത്തേക്ക് പോകുന്നുണ്ട്. എന്നാൽ ഹംസയുടെ കാര്യത്തിൽ നോക്കുമ്പോൾ നമുക്ക് എയർ പുറത്തു പോകുന്നില്ല എന്ന് മനസ്സിലായി. രണ്ടാമത്തെ കാര്യമായിട്ടുള്ള സൗണ്ടും പുറത്തേക്ക് പോകുന്നുണ്ടോ, അഥവാ സൗണ്ട് ഒരു ഫ്ലോ ആയിട്ട് പോകുന്നുണ്ടോ, അല്ലാതെ അവിടെ ഒരു കട്ട് ചെയ്യുന്ന പോലെയാണ് തോന്നുന്നത്. നമ്മളൊന്നുകൂടെ പറഞ്ഞു നോക്കാം. യ അവിടെ എന്താവുന്നുണ്ട്, ഒരു ബ്ലോക്ക് ആകുന്ന പോലെ തോന്നുന്നുണ്ട് അല്ലെ. അപ്പം അതെന്തുകൊണ്ടാണ്, അതാണ് നമ്മൾ അടുത്തത് മനസ്സിലാക്കുന്നത്. അഥവാ സൗണ്ടിന്റെ അടിസ്ഥാനത്തിൽ ആദ്യത്തത് നമ്മൾ മനസ്സിലാക്കിയത് എന്താണ്, എയർ ഫ്ലോ ആണ്. അഥവാ കാറ്റ് പുറത്തേക്ക് പോകുന്നതും അത് അവിടെ തടസ്സപ്പെടുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് രണ്ട് സിഫത്താണെന്ന് പറഞ്ഞു. ഒന്നൽ ഹംസ് വൽ ജഹർ. ഹംസിലാണ് ഹ വരുന്നത്, ജഹറിലാണ് ഹംസ വരുന്നത് നമ്മൾ പറഞ്ഞു. ഇനി എന്താണ് സൗണ്ട് പുറത്തേക്ക് പോകുന്നത്, ആദ്യം നമ്മൾ എയർ ആണ് പുറത്തേക്ക് പോയത്. എയറിന്റെ കൂടെ എന്തും വേണം, സൗണ്ട് കൂടെ പുറത്തേക്ക് വേണം, എന്നാലാണ് നമുക്ക് കേൾക്കാൻ പറ്റുക. അപ്പൊ ഈ സൗണ്ട് പുറത്തേക്ക് പോകുന്നത് അടിസ്ഥാനപ്പെടുത്തിയിട്ട് എത്ര സിഫത്ത് വരുന്നുണ്ട്, 3 നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 5 പേറുകളില് ഒരു പേരിൽ എന്തുണ്ട്, 3 ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതില് ഈ പേരിലാണ് 3 വരുന്നത്. ഒന്നെന്താണ് അഷിദ്ദ, അഷിദ്ദയുടെ ഓപ്പോസിറ്റ് ആണ് എന്ത്, റഖാവ. ഇതിന്റെ രണ്ടിന്റെയും ഇടയിലുള്ളതാണ് എന്ത്, തവസുത്ത് അല്ലെങ്കിൽ ബൈനിയ എന്നൊക്കെ പറയും. ഇത് നമുക്ക് മനസ്സിലാക്കാം എന്താണ് ഷിദ്ദ എന്ന് പറഞ്ഞാൽ. അഥവാ ഷിദ്ദ എന്ന് പറഞ്ഞാല് എന്താ, ശബ്ദത്തിന്റെ ഒഴുക്കിനെ അവിടെ തടസ്സപ്പെടുത്താം, അഥവാ അതവിടെ പിടിച്ചു വെക്കും, അവിടെ നിർത്തും. ശബ്ദത്തിന്റെ ഒഴുക്ക് ഉണ്ടാവില്ല, ശബ്ദം അവിടെ ഒരു മുറിഞ്ഞു പോകുന്ന പോലെയാണ് ഉണ്ടാവുക. ഈ ഷിദ്ദയുടെ അക്ഷരങ്ങൾക്ക് പറയുന്ന പേരാണ് ശദീദ. ഷിദ്ദ എന്നുള്ളത് സിഫത്താണ്, ഷിദ്ദ ഉള്ള അക്ഷരങ്ങൾക്ക് പറയുന്ന പേരാണ് ശദീദ. ഈ പേരുകളൊന്നും കേട്ടിട്ട് ടെൻഷൻ ആവണ്ട, ജസ്റ്റ് കാര്യം നമ്മൾ മനസ്സിലാക്കുക. ബാക്കിയുള്ളത് ഇൻഷാ അല്ലാഹ് കുറച്ചങ്ങോട്ട് ഓരോ അക്ഷരങ്ങളും പഠിക്കുമ്പോൾ നമ്മൾ ഇതിനെ കുറിച്ച് ഓരോന്നും പറയും. അപ്പൊ നമുക്ക് എന്താ ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഇൻഷാ അല്ലാഹ് ബിസ്മില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു സൗണ്ട് ഫ്ലോ, ശബ്ദത്തിന്റെ സഞ്ചാരം, അത് ഇവിടെ എന്താവും, തടസ്സപ്പെടും. അപ്പൊ നമ്മൾ അതിന്റെ എക്സാമ്പിൾ ആയിട്ട് ഹംസനെ കണ്ടു അല്ലെ. ഹംസ സുക്കൂൻ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, എന്താവണില്ല, സൗണ്ട് അവിടെ ഇതാവണം അല്ലെ, ഫ്ലോ ഉണ്ടാവണില്ല, അവിടെ എന്താവുന്നുണ്ട്, സൗണ്ട് കട്ടാവാണ് ചെയ്യുന്നത്. എന്നാൽ റഖാവ അല്ലെങ്കിൽ റിഹ്വ എന്ന് പറയും. ഇവിടെ എന്താണ്, ഈ റഖാവ എന്നുള്ളത് എന്താണ്, ശബ്ദം അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഫ്ലോ ഉണ്ടാവും, അഥവാ അങ്ങനെ ഒഴുകി പോകും. നമ്മൾ നോക്കുക, ഹ പറയുമ്പോൾ എന്ന് പറയുമ്പോൾ എന്താവുന്നുണ്ട്, എയറും പോകുന്നുണ്ട്, സൗണ്ട് അവിടെ ഒരു കട്ട് ചെയ്യുന്ന പോലെ ഒന്നും നമുക്ക് ഫീൽ ചെയ്യണില്ല അല്ലെ, അത് അങ്ങനെ പോകുന്നുണ്ട്. മുഹ്തദൂൻ എന്ന് പറയുമ്പോൾ എന്താവുന്നുണ്ട്, ഹ സുക്കൂൻ അവിടെ കംപ്ലീറ്റ് ഒഴുകി പോകുന്നുണ്ട്. ഇപ്പം ഒരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മൾ നേരത്തെ ബിസ്മി ഓതിയപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനി റഹ്മാനി, അവിടെ എന്താവണില്ല, നമുക്കൊരു കട്ടാവണമെന്ന് തോന്നുന്നില്ല, സൗണ്ട് അങ്ങനെ ഫ്ലോ ചെയ്യും. പക്ഷെ നമ്മൾ ആ ലെറ്ററിലേക്ക് എത്തുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കാം, ഹംസ എന്നുള്ള അക്ഷരം പറയുമ്പോൾ എന്താവുന്നുണ്ട്, സൗണ്ട് അവിടെ തടഞ്ഞു വെക്കുന്നുണ്ട്. ഹ പറയുമ്പോൾ സൗണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഈ സൗണ്ട് ഫ്ലോ ചെയ്യുന്ന അക്ഷരങ്ങൾക്ക് പറയുന്ന പേരാണ് റിഹ്വ. ഈ സിഫക്ക് പറയും റഖാവ. ഈ അക്ഷരങ്ങൾ പുറപ്പെടുന്ന ഈ അക്ഷരങ്ങൾക്ക് പറയുന്ന പേരാണ് റിഹ്വ ലെറ്റേഴ്സ്. ഓക്കെ, പിന്നെ നമുക്ക് നമ്മുടെ ലെറ്റേഴ്സ് ആയ ഹംസയിലേക്കും ഹാലേക്കും വരാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു, ഒരക്ഷരത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഫസ്റ്റ് അതിനെ എങ്ങനെ എഴുതുന്നു മനസ്സിലാക്കുക. ഇങ്ങനെയാണ് എഴുതാന്ന് മനസ്സിലാക്കി. ആ അക്ഷരത്തിന്റെ പേരെന്താണ്, ഒന്ന് ഹംസ ആണ്, മറ്റൊന്ന് ഹ ആണ്. ഈ 2 അക്ഷരങ്ങൾ എവിടുന്നാണ് വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. അഥവാ തൊണ്ടയിൽ നിന്നാണ്. തൊണ്ടയിൽ നിന്ന് തന്നെ എവിടുന്നാ വരുന്നത്, തൊണ്ടയുടെ ഏറ്റവും താഴെ ഭാഗമായ അഖ്സൽ ഹൽഖ് എന്നാണ് ഈ 2 അക്ഷരം വരുന്നത്. അപ്പൊ 2 ആൾക്കാരും ഒരേ സ്ഥലത്തു നിന്നാണ് വരുന്നത്. പക്ഷെ ഈ 2 ആൾക്കാർക്കും എന്തുണ്ട്, 2 സൗണ്ട് ആണുള്ളത്. അതെന്ത് കാരണത്താലാണ്, ഈ അക്ഷരത്തിന്റെ സിഫാത്ത് കാരണത്താലാണ്, അഥവാ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിന്റെ വിശേഷണം, സ്വഭാവം കാരണം ഈ 2 അക്ഷരം എന്താണ്, അത് കാരണത്താലാണ് അത് വ്യത്യാസപ്പെടുന്നത്. അപ്പം അതിന്റെ വ്യത്യാസം എന്തൊക്കെയാണ്, ഹംസയിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഹംസ എന്താണ്, ജഹറിന്റെ അക്ഷരാണ്. ജഹർ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കി എന്തില്ല, എയർ പുറത്തേക്ക് പോകൂല. ഹംസ വെച്ചിരിക്കുമ്പോൾ എയർ പുറത്തേക്ക് പോകൂല. അതുപോലെ തന്നെ എന്തുകൂടെയാണ്, ഷിദ്ദയുടെ അക്ഷരമാണ്. സൗണ്ടും പുറത്തേക്ക് പോകുന്നില്ല, സൗണ്ടും അവിടെ എന്താവുന്നുണ്ട്, അടഞ്ഞു വെക്കുന്നുണ്ട്. അതാണ് ഹംസയും ഹായും തമ്മിലുള്ള വ്യത്യാസം. ഹ നോക്കുമ്പോൾ എന്താണ്, ഹംസിന്റെ ലെറ്റർ ആണ്, അഥവാ ഹ ഉച്ചരിക്കുമ്പോൾ എയർ പുറത്തേക്ക് പോകുന്നുണ്ട്. അതേപോലെ തന്നെ എന്തിന്റെ കൂടെ ലെറ്റർ ആണ്, റഖാവയുടെ ലെറ്റർ കൂടെയാണ്. അതിനാൽ എന്താണ്,
സൗണ്ടും പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പൊ ഈ കാര്യമാണ് എന്ത്, ഈ രണ്ടക്ഷരങ്ങളെയും തമ്മിൽ വ്യത്യാസപ്പെടുത്തുന്നത്. ബറകല്ലാഹു ഫീക്കും. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഹംസാഹ അതിന്റെ സ്വൈഫിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തത്. അപ്പൊ നമ്മള് ഒന്നാമത്തെ മഖ്റജ് ആമായിട്ടുള്ള അൽ ജൗഫ് പഠിച്ചു. നമ്മൾ പഠിച്ചു ജൗഫിൽ എന്തില്ല, റൂമുകളൊന്നുമില്ല, 3 അക്ഷരങ്ങളാണ്. അലിഫ് മദ്ദിയ, വ മദ്ദിയ, യാ മദ്ദിയ. ഈ 3 അക്ഷരങ്ങളും എന്താണ്, മഖ്റജ് അൽ മുഖദ്ദർ ആണ്, അതുപോലെ ഏകദേശമായ സ്ഥലത്ത് നിന്ന് വരുന്നതാണെന്ന് പഠിച്ചു. രണ്ടാമതായിട്ട് നമ്മൾ പഠിച്ചത് അൽ ഹൽഖ് ആണ്, രണ്ടാമത്തെ റൂമായിട്ട് അഥവാ രണ്ടാമത്തെ മഖ്റജ് ആമായിട്ട് പഠിച്ചത്. ഇവിടുന്ന് 6 അക്ഷരങ്ങൾ വരുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. 6 അക്ഷരങ്ങൾ 3 സ്ഥലത്തു നിന്നാണെന്നും മനസ്സിലാക്കി. ആ 3 സ്ഥലങ്ങളിൽ ഒന്ന് അഖ്സൽ ഹൽഖ്, മറ്റൊന്ന് വസത്തുൽ ഹൽഖ്, മറ്റൊന്ന് അദ്നൽ ഹൽഖ്. ഇതിൽ അഖ്സൽ ഹൽഖിൽ നിന്നും വരുന്ന 2 അക്ഷരങ്ങളാണ് ഹംസ, മറ്റൊന്ന് ഹ. ഓക്കെ, ഹംസ ഹാനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഒരേ സ്ഥലത്ത് നിന്ന് വരുന്ന ഈ 2 അക്ഷരങ്ങൾ അവരെ തമ്മിൽ വ്യത്യാസപ്പെടുത്തുന്നത് അതിന്റെ എന്താണ്, അതിന്റെ സ്ലിഫയാണ്. അപ്പൊ അതിന്റെ സ്ലിഫത്ത് എന്താണ് വ്യത്യാസം? ഹംസ എന്നുള്ളത് ജഹറിന്റെയും ഷിദ്ദയുടെ അക്ഷരാണ്. ഹ എന്നുള്ളത് ഹംസിന്റെയും റഖാവയുടെയും അക്ഷരാണ്. അപ്പൊ ജഹർ എന്ന് പറഞ്ഞാൽ എന്താണ്, എയർ പുറത്തേക്ക് പോകൂല. ഹംസ എന്ന് പറഞ്ഞാൽ എന്താണ്, എയർ പുറത്തേക്ക് പോകും. ഷിദ്ദ എന്ന് പറഞ്ഞാൽ സൗണ്ട് പുറത്തേക്ക് പോകില്ല. റഖാവ എന്ന് പറഞ്ഞാൽ സൗണ്ട് പുറത്തേക്ക് പോകും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് ബിഇസ്നില്ലാ ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഇതുവരെ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത മഖ്റജ് ഖാസ് അഥവാ അടുത്ത അക്ഷരം നമ്മൾ ഹൽക്കിനെ കുറിച്ചാണ് പഠിക്കുന്നത് അല്ലെ. അപ്പൊ ഹൽക്ക് എന്ന വീട്ടില് എന്തുണ്ട്, 3 റൂമുകൾ ഉണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ഒരു റൂമിന് മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള റൂമുകൾ നമുക്ക് തുടർന്നുള്ള ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം ഇൻഷാ അല്ലാഹ് ബിഇസ്നില്ലാ. അല്ലാഹു തആല പറഞ്ഞതിനേക്കാളേറെ കേട്ടതിനേക്കാളേറെ അമലിൽ കൊണ്ടുവരാനുള്ള തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുഅ്മിനീൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.